അമ്മ എന്ന സംഘടന പിരിച്ചുവിട്ടു. വളരെ പ്രകടമായിട്ട് അമ്മ നിലനിൽക്കുമ്പോഴും വാർത്തകളിലൂടെ അവർ ജനാധിപത്യ പ്രക്രിയയിൽ ഏർപ്പെട്ടിട്ട് തെരഞ്ഞെടുപ്പിലൂടെയാണ് അംഗങ്ങളെ സെലക്ട് ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോഴും നമുക്ക് കാണാമായിരുന്നു അവിടെ പുരുഷ മേധാവിത്വത്തിന്റെ അല്ലെങ്കിൽ ഒരു മാടമ്പിത്തരത്തിന്റെ ഒരു ടോണിലാണ് ആ അമ്മ എന്ന സംഘടന നിലനിന്നിരുന്നതെന്ന് നമുക്ക് വളരെ പ്രകടമായി കാണാമായിരുന്നു. ഇപ്പോ അമ്മ പിരിച്ചുവിട്ടു, വീണ്ടും പുനഃക്രമീകരിച്ച് തിരിച്ച് അമ്മ രംഗത്തേക്ക് വരികയാണെങ്കിൽ ശരിയായ അർത്ഥത്തിൽ അത് എങ്ങനെ നടപ്പിലാക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇനി അതിൽ നിന്ന് ജനാധിപത്യം പ്രതീക്ഷിക്കാൻ പറ്റുമോ? വീണ്ടും ഇതിന്റെ ഹാങ് ഓവറിൽ അടുത്തൊരു പുരുഷ മേധാവിത്വത്തിന്റെ വേറൊരു ടോണ് തന്നെയല്ലേ അതിലേക്ക് കടന്നു വരിക? അല്ലാത്ത രീതിയിൽ ഇതിനെ എങ്ങനെ പുനഃക്രമീകരിക്കണം എന്നാണ് മൈത്രേന്റെ ഒരു അഭിപ്രായം. നമ്മള് ഈ സംഘടനകൾക്ക് രൂപം കൊടുക്കുമ്പോൾ ഇതൊക്കെ ലോകത്ത് എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ നമുക്ക് മോഡലുകളുണ്ടോ, മാതൃകകളുണ്ടോ എന്നൊക്കെ ആൾക്കാർ നോക്കാറുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കാനുള്ളത് ഈ ജനാധിപത്യത്തിന് വേണ്ടിയുള്ള മോഡലുകൾ പണ്ട് കാലത്തുള്ളതിന് നോക്കിയാൽ കിട്ടത്തില്ല. അത് നമ്മൾ തന്നെ പ്രവർത്തനം കൊണ്ടും അതിന്റെ മുകളിലെ ഡെലിബറേഷൻ വീണ്ടും പുനരാലോചനകൾ നടത്തിയിട്ടൊക്കെ വേണം ഈ പുതിയ സംഘടനാ ക്രമങ്ങൾ രൂപപ്പെടുത്താൻ. നമുക്കറിയുന്ന എല്ലാ സംഘടനാക്രമവും ഈ ശ്രേണിബദ്ധം ഏണിപ്പടി പോലെ ഹെറാർക്കിക്കലായിട്ടുള്ള ഒരു സംഘടനാ രൂപങ്ങളാണ് മനുഷ്യർക്ക് അറിയുന്ന ഇതുവരെ. അത് ഒരു 10,000 വർഷമായിട്ട് തട്ടായി സമൂഹ രൂപീകരിച്ചതിനകത്തൂടാണ് നമ്മൾ എല്ലാ സംഘടനാ രൂപങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഇപ്പം ഗവൺമെന്റ് എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ട് രാജാക്കന്മാരുണ്ടാക്കിയിരിക്കുന്ന ഗവൺമെന്റിന്റെ അതേ ഘടനയിലാണ് ഇന്നും ഗവൺമെന്റുകൾ നിൽക്കുന്നത്. ഇതൊക്കെ അഴിച്ചു പണിയണം എന്ന് നമ്മൾ പറയുമ്പോൾ അതിനൊക്കെ ഒരു മാതൃക കാണുന്ന ആളുകൾ എപ്പോഴും ചോദിക്കും, നടക്കുന്ന കാര്യം വല്ലതാണോ നിങ്ങൾ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. നടക്കാത്ത കാര്യങ്ങൾ പറയരുത് എന്നൊക്കെ പറഞ്ഞ് ഒരിക്കലും നടക്കാത്ത കാര്യം. അപ്പൊ ഈ എത്രയോ ഒരു 10,000 വർഷമായിട്ട് നമുക്കറിയുന്ന ഒരു ഘടനയാണ് ഈ മേല് കീഴെന്നുള്ളത്. അത് മുകളിലൊരു തലയുണ്ടായിരിക്കണമെന്ന് തന്നെ. അങ്ങനെ എത്രയോ നാളായിട്ട് രാജാക്കന്മാര് ഭരിച്ചിരുന്ന ലോകത്തു നിന്നാണ് നമ്മളെല്ലാം വന്നിട്ട് ഈ രാജാവിനെ അങ്ങ് മാറ്റിയിട്ട് ബാക്കി അതിന്റെ ശരീരം നിലനിർത്തി എന്നുള്ളതാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ആ ഇതുവരെ ഉണ്ടായ ആ തല മാറി ഉടല് മാത്രം, ആ ഉടലെന്ന് തലയ്ക്ക് പല തലകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് നമ്മൾ സത്യത്തിൽ ചെയ്തത്. പക്ഷെ ഉടലിനകത്ത് ഒരു മാറ്റവും നമ്മൾ വരുത്തിയില്ല. ഇപ്പൊ ഗവൺമെന്റ് ഒക്കെ എടുത്താല്, നമ്മൾ പോലീസ് എടുത്താല്, നമ്മൾ കോടതി എടുത്താല്, നമ്മൾ പട്ടാളം എടുത്താല് എല്ലാം ഈ അതിനകത്ത് ആകെ മാറിയത് ഈ തല മാത്രം. എന്നിട്ട് 10-100 തല ഉണ്ടാക്കുക എന്നുള്ളതാണ് ശരി. ആ ഉടൽ അങ്ങനെ തന്നെ നിലനിർത്തുക എന്നുള്ളതാണ്. എന്നിട്ട് ജനാധിപത്യം ഈ തട്ടായ ഉടലിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ള എക്സ്പെരിമെന്റുകൾ, പരീക്ഷണങ്ങളാണ് സത്യത്തിൽ ലോകവ്യാപകമായി നടന്നിട്ടുള്ളത്. അപ്പൊ അത് കാരണം കൊണ്ട് ധാരാളം ഈ മോഡലൊന്നും ലോകത്തുള്ള ഒരു കാര്യമൊന്നുമല്ല നമ്മൾ ഈ പറയുന്ന ജനാധിപത്യത്തിന് വേണ്ടി ഉണ്ടാക്കേണ്ടത് രീതി എന്താണ് എന്ന് കണ്ടെത്താൻ. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് പലപ്പോഴും ഈ ക്ലാസ് റൂമിനകത്ത് തന്നെ നമ്മൾക്ക് ഇതിന്റെ മോഡൽ പരീക്ഷിക്കേണ്ടത് നമ്മളെ കുട്ടികളെ രൂപപ്പെടുത്തി പുതിയ പൗരരാക്കി മാറ്റുന്നതിനുള്ള ഇടമാണ് ഈ ക്ലാസ് റൂം. ക്ലാസ് റൂം ജാതി സമ്പ്രദായവും അല്ലെങ്കിൽ തട്ടായിട്ടുള്ള എണിപ്പടി പോലത്തെ സമൂഹം നിന്നിരുന്ന സമയത്ത് രൂപപ്പെട്ടതാണെന്ന് എല്ലാവരും മറന്നു. എന്നിട്ട് ഈ ഫ്രണ്ട് ബെഞ്ചും ബാക്ക് ബെഞ്ചും ഒക്കെ ഇട്ടത് വളരെ സ്വാഭാവികമായി ഒരു മുറിയിൽ നമ്മൾ ഫ്രണ്ടും ബാക്കും പിടിച്ചിടുന്നതല്ലേ എന്ന് തോന്നുന്ന നിലവാരത്തിലാണ്. ഈ മുറി എന്തിനാണ് ഇങ്ങനെ സ്ക്വയറിൽ ഉണ്ടാക്കേണ്ടതെന്നൊക്കെ ഉള്ള കാര്യമൊക്കെ ഇതുപോലെ ആലോചിക്കേണ്ടതാണ്. അതൊക്കെ അങ്ങനെ പൊക്കോട്ടെ എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ ഞാനീ പറയുന്നത് ഒരു മുറി വൃത്തത്തിലുണ്ടാക്കാം, അതേപോലെ തന്നെ വൃത്തത്തിൽ ഈ മേശയും കസേരയും ഇടാൻ പറ്റും. ഇനി മേശയും കസേരയും ഇടുന്നതിന് പകരം നമ്മൾ ഒറ്റയ്ക്കുള്ള കസേരകൾ ഇട്ട നല്ലോണം വൃത്തത്തിലിരുത്താൻ പറ്റും. ബെഞ്ച് പിടിച്ചിടുമ്പോഴാണല്ലോ അത്ര വൃത്തം ഇല്ലാതിരിക്കുന്നത്. എന്തിനാണ് ബെഞ്ച്?
ഇന്ന് കാലത്ത് നമുക്ക് എല്ലാവർക്കും കസേര കൊടുക്കാവുന്ന കാലത്താണ്, പണ്ട് ധനമില്ലാത്ത കാലത്ത് കണ്ടുപിടിച്ചതാണ് ഈ ബെഞ്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് ബെഞ്ച് മുന്നിലും പുറയിലും പിടിച്ചിടുന്നതല്ല, ബെഞ്ചും വൃത്തത്തില് ഒരു റാ രൂപത്തിൽ പിടിച്ചിടാൻ പറ്റും. ഇതൊക്കെ ഞാൻ എന്തിനാണ് അത് പറയുന്നതെന്ന് ചോദിച്ചാൽ, മോഡലുകൾ ആവശ്യമാണ് ഓരോന്നിനും. നമ്മൾ ഈ മുന്നിലും പുറകിലുമുള്ള ആളുകളെ സൃഷ്ടിക്കുന്നതിന് പകരം സഹകരണത്തിൻ്റെതായ യുക്തിക്കകത്ത് ഉള്ള രൂപങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് എന്ന് ആളുകൾ ആലോചിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാനിത് ഓരോന്നായിട്ട് പറയുന്നത്. നമ്മൾ ക്ലാസ് റൂമിൽ തുടങ്ങി കോടതി വരെ അങ്ങനെ മാറേണ്ടതുണ്ടെന്നുള്ളതാണ് ഞാനീ പറഞ്ഞത്. ഇപ്പൊ എന്താണ്, നമുക്ക് ലോകത്ത് ആകപ്പാടെ UN ആണ് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ അവർ ശ്രമിച്ചത്. പക്ഷെ അതിന്റെ നടുവിലും ഒരു ഗ്രൂപ്പ് സ്പെഷ്യലായിട്ട് അവർ വെച്ചു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ ദ്രോഹം ഉണ്ടായത്. അല്ലെങ്കിൽ വൃത്തത്തിൽ ഇരിക്കാൻ പഠിച്ചതാണ്. പക്ഷെ സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്നതിനകത്ത് വീറ്റോ പവർ ഉള്ള 5 പേരെ ഇരുത്തി ആ ജനാധിപത്യത്തിന്റെ സകല സ്പിരിറ്റ് നശിപ്പിച്ച് കളഞ്ഞ ഒന്നാണ് UN എന്ന് പറയുന്നത്. ആ വീറ്റോ കൊണ്ട് മാത്രം കളക്റ്റീവായിട്ട് എടുക്കുന്ന എല്ലാ തീരുമാനത്തിനെയും ഇല്ലാതാക്കാനായിട്ട് ആ സെക്യൂരിറ്റി കൗൺസിലുള്ള ഓരോ രാജ്യത്തിനും കഴിഞ്ഞിരുന്നു. ഇത് നമ്മൾ കാണേണ്ടതുണ്ട്. ഇങ്ങനെ ജനാധിപത്യത്തിന്റെ എല്ലാ സാധനം തകർത്ത് കളഞ്ഞ ഒരു മോഡലാണ് ആ വീറ്റോ ഉള്ള സെക്യൂരിറ്റി കൗൺസിൽ എന്താണ് ഐക്യരാഷ്ട്രസഭയിൽ ഉണ്ടാക്കിയത്. ഇതൊക്കെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ മാറ്റേണ്ടത്. പക്ഷെ ആദ്യം ഇത്രയും അധികം രാജ്യത്തിലുള്ള ആൾക്കാരെ ഒന്നിച്ചിരിക്കണം എന്ന് ആലോചിക്കുമ്പോൾ മുന്നിലും പുറയിലും ഇരുത്തണമെന്ന് അവർ ആലോചിച്ചില്ല. അത്രയും വരെ പോയി. പക്ഷെ അപ്പോഴും അധികാരമുള്ള ബലമുള്ളവരെ നമ്മുടെ എന്താണ് അമ്മയിലെ പവർ ഗ്രൂപ്പിനെ അതിനകത്ത് കേന്ദ്രത്തിൽ നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന പോലെ തന്നെ അവരും ആലോചിച്ചിരുന്നു എന്നുള്ള കാര്യം നമുക്ക് കാണുന്നതുണ്ട്. ശരിക്കും പറഞ്ഞ ഇത്തരത്തിലുള്ള ഒരു എക്സ്പെരിമെന്റിന് ലോകത്ത് പോയി നമ്മൾ UN കിടന്ന് തപ്പുന്നതിനേക്കാളും ഏറ്റവും എളുപ്പം തപ്പാനായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഈ അമ്മയെന്ന് മാറിപ്പോയ സ്ത്രീകൾ തുടങ്ങി വെച്ചിരിക്കുന്ന WCCയുടെ ഘടനയൊന്ന് പരിശോധിച്ചാൽ കാണാൻ പറ്റും. നമ്മൾ ഇതുവരെ നമുക്ക് അതിനകത്ത് ആരെങ്കിലും സെക്രട്ടറിമാരെ കണ്ടിട്ടുണ്ടോ? പ്രസിഡന്റന്മാരെ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിന്റെ സ്പെഷ്യലായ വക്താക്കളെ കണ്ടിട്ട് ഇതൊന്നുമില്ല. അവിടെയാണ് അവരെ കൂട്ടായ്മ കൊണ്ട് നേടിയെടുത്ത ഒരു കാര്യമുണ്ട്. ഇനിയും പുനർനിർമ്മിക്കുകയോ പുനഃക്രമീകരിക്കുകയാണെങ്കിൽ ആ WCCയിലെ അംഗങ്ങളെ വിളിച്ചിരുത്തിയിട്ട് ഇതെങ്ങനെയാണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്തതെന്നൊന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നതല്ല. ആ ചോദിച്ച് മനസ്സിലാക്കണമെന്ന് പറയുമ്പം WCC വളരെ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം ഓടിച്ചോണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അവരൊന്ന് ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മളെക്കാളും കൂടുതൽ അറിവ് ഈ കാര്യത്തില് WCCയിലെ അംഗങ്ങൾക്കുണ്ടായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ എടുക്കാമല്ലോ. അല്ലാതെ അവരത് മുഴുവൻ അങ്ങ് ആർജിച്ച് ഏറ്റവും നല്ല സംഘടനയാണ് ഉണ്ടാക്കിയെന്നുള്ള ഒന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ അത്തരത്തിലൊരു റിസർച്ച് നടത്തിയിട്ടുണ്ട്. അതിനകത്ത് സ്ഥാപക അംഗങ്ങളെന്ന് നമ്മൾ പറഞ്ഞിരുന്ന മഞ്ജു വാര്യർ അതിനകത്ത് നിന്ന് ഇറങ്ങിപ്പോയി. അതുപോലെ തന്നെ വിധു വിൻസെന്റ് ഇറങ്ങിപ്പോയി. ഇവര് ഒരാൾ ഒന്നും പറയാതെ ഇറങ്ങിപ്പോയി. ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തുകൊണ്ട് അത് വിട്ടുപോകുന്നു എന്ന് പറഞ്ഞിട്ട് എഴുതി പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷെ അതേ സമയത്ത് ഇപ്പം ഈ ഹേമ കമ്മിറ്റി ഉണ്ടാക്കിയപ്പോ ആ കമ്മിറ്റിയുടെ ഇത് വന്നപ്പോ വലിയൊരു ക്രെഡിറ്റ് വന്നു. ആ ക്രെഡിറ്റ് വന്നപ്പോൾ അവിടുന്ന് ഇറങ്ങിപ്പോയവരെ ആക്ഷേപിച്ചുകൊണ്ട് WCCക്ക് സപ്പോർട്ട് കൊടുക്കുന്ന വ്യാജേന ഈ ഇറങ്ങിപ്പോയ സ്ത്രീകളെ വളരെ മോശപ്പെടുത്തി ആളുകൾ എഴുതുകയും പറയുകയും ചെയ്തായിരുന്നു. പക്ഷെ അപ്പോഴാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യപരമായ ഒരു സംഘടന എങ്ങനെ പെരുമാറണമെന്ന് അവർ കാട്ടിത്തന്ന്. ഇറങ്ങിപ്പോയവര് ആധുനികമായ രീതിയിൽ തന്നെ അവരെ തള്ളി പറയുന്നില്ലെന്ന് മാത്രമല്ല, ഞങ്ങളുടെ ചെലവില് അവരെ അപമാനിക്കാൻ കഴിയരുത്, അവരെ അങ്ങനെ ചെയ്യരുത് എന്ന് പരസ്യമായി അഭ്യർത്ഥിക്കുക വരെ ചെയ്തു. ഇതൊക്കെ നല്ല രീതികളാണ്. പ്രത്യേകിച്ച് ഇന്ന ആളാണ് ഇതിന്റെ പ്രധാന ആള് എന്നാ നമ്മള് സിനിമയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ സിനിമ കിട്ടിയവരൊക്കെ പ്രധാനപ്പെട്ടവരായി മാറുന്നതാണല്ലോ അമ്മയെ നമ്മൾ കാണുന്നത്. അങ്ങനൊന്നും അല്ല അതിനകത്ത് നിന്നിട്ടുള്ളത്. ഇനി സ്ഥാപക അംഗമാണ് ഞാൻ, അതുകൊണ്ട് എനിക്കാണ് കൂടുതൽ പറയാനുള്ളത് ഒന്നും അല്ല. അങ്ങനെ ഒന്നും ഇപ്പം എന്താണ്
അതിന് ഒരു വ്യക്താവായിട്ട് വന്ന് സംസാരിക്കുന്ന ഒരാൾ അടുത്ത തവണ വന്ന് സംസാരിക്കണമെന്നില്ല, വേറെ ആളായിരിക്കും സംസാരിക്കും. അത് അവരുടെ ആ കൂട്ടായ്മ കൊണ്ടുണ്ടായതാണത്. അവരാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബഹുമാനിക്കുന്നു എന്നുള്ളതാണ്. കീഴടങ്ങിയ ജനത അല്ല, കീഴടങ്ങിയ ജനതയുടെ തട്ട് സമൂഹത്തിന്റെ റെപ്രസെന്റേറ്റീവ്സ് അല്ലത്. അതാണ് അതിനകത്തുണ്ടായത്. പ്രസിദ്ധരാന്നുള്ള നിലവാരത്തില് മഞ്ജു വാര്യർക്കോ രേവതിക്കോ അല്ലെന്നുണ്ടെങ്കിൽ രേവതിക്കാണെങ്കിൽ പ്രായം കൊണ്ട് പോലും മുന്നേ പോകും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കൊന്നും മുൻഗണന അങ്ങനത്തെ ഒന്നും തന്നെ എടുക്കാതാണ് അവരിത് ചെയ്തത്. അതാണ് നമുക്ക് അതിനകത്ത് കാണേണ്ടത്. അതേപോലെ സിനിമ അഭിനയിച്ചതിനകത്ത് പ്രസിദ്ധരായിട്ടിരിക്കുന്നത് റീമയായിരിക്കാം, അത് കഴിഞ്ഞ പാർവതിയാണ്. ഇവരെല്ലാവരും വ്യത്യസ്തമായിട്ട് പ്രതികരിക്കുന്നവരായിട്ട് അവര് സംസാരിക്കുമ്പോ, പാർവതി സംസാരിക്കുന്ന സമയത്ത് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ സംഘടനയെ റെപ്രസെന്റ് ചെയ്യുന്നില്ല. അല്ല, സംസാരിക്കുന്ന സമയം മുഴുവൻ ഞാൻ ഇതിന്റെ വ്യക്താവായാണ് ഞാൻ മിണ്ടുന്നത്, വ്യക്തിപരമായി എനിക്ക് അഭിപ്രായമില്ല എന്നല്ല പറയുന്നത്. വ്യക്തിപരമായി എനിക്ക് പറയാനുള്ളത് എന്ന് പറയുന്നുണ്ട്. ആ പറയുകയും ചെയ്തിട്ട് എന്നാ WCCയുടെ അഭിപ്രായം, കൂട്ടായ തീരുമാനം അവര് വെളിപ്പെട്ട് അതിന്റെ വ്യക്താവായി പറയുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു മെയ്വഴക്കത്തോടെ ഈ എത്ര ഹോസ്റ്റൈലായിട്ടുള്ള അത്രത്തോളം എതിരുള്ള ഒരു പുരുഷ മേധാവിത്വപരമായ ഒരു സമൂഹത്തിനകത്ത്, അതുമാത്രമല്ല മീഡിയക്കകത്തിരിക്കുന്നവര് അവരും തമ്മിലടിയാണ് എന്ന് വരുത്തുന്നതിന് അവരുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള ചോദ്യങ്ങളും ചോദിച്ചോണ്ടിരിക്കുന്നതിന്റെ നടുവിലാണ് ഈ പറയുന്ന മുഴുവൻ. അത്ര പാടാണത്. സിനിമ പോകാതെ നോക്കണം, മറ്റുള്ളവരുമായി ചേർന്ന് പോകണം. വലിയ തഗ്ഗുകളെ പോലെ പെരുമാറിയ അമ്മ നേതൃത്വത്തിനെയല്ല അവരുടെ തട്ടിൽ തന്നെ അഭിമുഖത്തോടെ നിന്ന് സംസാരിക്കണം എന്ന നാട്ടിനകത്ത് സാമാന്യ മര്യാദയ്ക്ക് മറ്റുള്ളവരോട് പെരുമാറുകയും ചിരിക്കുകയും ഒക്കെ ചെയ്ത് ആ വിഷയങ്ങൾ പറയാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നത് അവരിൽ നിന്ന് പഠിക്കണം. അതാണ് എനിക്ക് അമ്മയിലുള്ള, ഇനി അമ്മ ഒന്ന് സംഘടിപ്പിക്കണമെന്ന് ആലോചിക്കുമ്പോൾ അതിന്റെ ഒരു വർക്കിംഗ് രീതി എങ്ങനെ വേണമെന്ന് ഒരു കൺസൾട്ടേഷന് വിളിക്കാവുന്നതാണ് WCC. അത് അവർക്ക് വളരെ വിഷമമായിരിക്കും, പക്ഷെ ചെയ്യാവുന്നതാണ്. എന്തായാലും സിനിമ അഭിനയിക്കുന്നവരാണല്ലോ എല്ലാവരും, ശത്രുക്കളും അല്ലല്ലോ, അമ്മയിൽ തന്നെ ഉണ്ടായിരുന്നവരുമാണല്ലോ. അപ്പൊ അവരുമായിട്ട് എങ്ങനെയാണ് മെച്ചപ്പെട്ട് ഈ രീതി കൊണ്ടുപോകുന്നത്? പണ്ടേ തൊട്ട് സംഘടനകൾ ഉണ്ടാക്കി അതിന്റെ ഇപ്പൊ നമ്മൾ കമ്മിറ്റി ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു വലിയ പ്രവൃത്തിയാണ് ലോകത്ത് സംഘടനകളിലെല്ലാം ഉണ്ടായത്. ഒരു കമ്മിറ്റി കൂടുക, ആ കമ്മിറ്റി ആകുമ്പോൾ അതിന് പല തട്ടിലുള്ള കമ്മിറ്റികൾ, ജനറൽ ബോഡിയുണ്ട്, എല്ലാവരും കൂടി ചേർന്നിരിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് വർക്കിംഗ് കമ്മിറ്റി എന്നും കോർ കമ്മിറ്റി എന്നും എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലെ അതിനകത്ത് തന്നെ കമ്മിറ്റികളിൽ തന്നെ പല തട്ടുകൾ ഉണ്ടായിക്കളഞ്ഞു. ഇതെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് സമാന്തരമായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരു വാർഡ് പഞ്ചായത്തിന്റെ ഘടകമായി നിൽക്കുക, അല്ലാതെ പഞ്ചായത്ത് വാർഡിന്റെ മുകളിൽ ഇരിക്കുന്ന നിലവാരത്തിൽ കാണാതിരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതിന്റെ ഒരു സെല്ല് വാർഡുകൾ ചേർന്നാണ് പഞ്ചായത്ത് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പഞ്ചായത്ത് ഇതിന്റെ മുകളിൽ ഇരിക്കുകയാണെന്ന് സങ്കല്പിക്കരുത്. ഇതാണ് നമ്മൾക്ക് വേണ്ടതിനി. അപ്പൊ ഘടനാപരമായി വട്ടത്തിൽ വികസിക്കുന്ന ഒരു സംഘടനാ രൂപം. അപ്പൊ പഞ്ചായത്ത് ഉണ്ടായാൽ പല പഞ്ചായത്ത് ചേർന്ന് താലൂക്ക് ഉണ്ടാകുന്നു, താലൂക്കുകൾ ചേർന്ന് ഒരു ഡിസ്ട്രിക്റ്റ് ഉണ്ടാകുന്നു, ഡിസ്ട്രിക്റ്റുകൾ ചേർന്ന് ഒരു സംസ്ഥാനം ഉണ്ടാകുന്നു, സംസ്ഥാനങ്ങൾ ചേർന്ന് ഒരു രാജ്യം ഉണ്ടാകുന്നു എന്നൊക്കെ നമ്മൾ സങ്കല്പിക്കുന്നത്, ഇത് ഒന്നൊന്നിന്റെ മുകളിലായി സങ്കല്പിക്കുന്നത് വഴിയാണ് കേന്ദ്രമൊക്കെ ഉണ്ടായിപ്പോയത്. ഇതാണ് പറ്റിപ്പോയത്. കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും വലുതാണെന്നുള്ള നിലവാരത്തിലാണ് നമ്മൾ വ്യവഹരിക്കുന്നത്. സംസ്ഥാനം സാമന്ത രാജ്യമായിട്ടാണ് ഈ ആളുകൾ സങ്കല്പിക്കുന്നത്. കേന്ദ്രം എന്ന് പറഞ്ഞാൽ
പണ്ട് കാലത്ത് രാജാവ് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ മഹാരാജാവ് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ചക്രവർത്തി എങ്ങനെയായിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ കൊളോണിയൽ രാജാക്കന്മാർ എങ്ങനെയായിരുന്നു, അതിന് പകരമാണ് ഈ കേന്ദ്ര ഗവൺമെന്റ് എന്ന് കാണുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ പ്രാക്ടീസിന് തടസ്സമായി പോയത്. ഇതേ സാധനം ഈ കമ്മിറ്റികളിലും ഉണ്ടായിപ്പോയി. കമ്മിറ്റിക്കകത്ത് പ്രസിഡന്റും സെക്രട്ടറി എന്ന് പറയുന്നത് ഒരു കമ്മിറ്റിയിൽ നിന്ന് അടുത്ത കമ്മിറ്റി കൂടുന്നത് വരെ അതിന്റെ വക്താവായി നിൽക്കുന്നു എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ ഈ സെക്രട്ടറി. സെക്രട്ടറി കമ്മിറ്റിയുടെ റെപ്രസെന്റേറ്റീവ് ആണ്. കമ്മിറ്റിയുടെ റെപ്രസെന്റേറ്റീവായി കമ്മിറ്റിക്ക് വേണ്ടി സംസാരിക്കുന്നു. എല്ലാവരും കൂടെ ഒരേ സമയത്ത്, അത്രേ അർത്ഥമേ ഉള്ളൂ. അല്ലാതെ അയാൾക്ക് ഭയങ്കര അധികാരം ഉണ്ടെന്നുള്ളതാണ്. നമ്മൾ എല്ലാ അധികാര യുക്തിക്കകത്തൂടെ ഈ ജനാധിപത്യം പ്രാക്ടീസ് ചെയ്യാൻ നോക്കുന്നത് വഴിയാണ് ഇത് നടക്കാതെ പോകുന്നത്. അവിടെയാണ് ഞാൻ WCCയുടെ ആരാണ് പ്രധാനപ്പെട്ടവർ, ആരാണ് ഇതിന്റെ ചെയർമാൻ, ആരാണ് ചെയർപേഴ്സൺ, അല്ലെങ്കിൽ ആരാണ് ഇതിന്റെ ജനറൽ സെക്രട്ടറി, ഇതൊന്നും ഈ ചോദ്യം അവർ അഡ്രസ് ചെയ്തിട്ടേ ഇല്ല. പക്ഷെ ആ നന്നായി ഫങ്ഷൻ ചെയ്തിട്ടുണ്ട്. ഫങ്ഷൻ ചെയ്തിട്ടുണ്ടാണല്ലോ ഈ ഒരു ഹേമ കമ്മിറ്റിയെ വെക്കാൻ ഗവൺമെന്റിന് ആലോചിക്കേണ്ടി വന്നത്, അവരുടെ റിപ്പോർട്ട് വരുന്നത്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഇതിനകത്തുനിന്ന് ആളുകൾ അപ്പൊ സംഘടനയിൽ നിന്ന് വിട്ടുപോകുന്നുണ്ട്. പണ്ട് കാലത്ത് ഭാര്യയും ഭർത്താവും തമ്മിൽ അടിച്ച് പിരിഞ്ഞിട്ടാണല്ലോ പരമാവധി മറ്റേയാള് കൂടെ ജീവിക്കാൻ കൊള്ളത്തില്ലെന്ന് തെളിയിച്ചാലേ ജഡ്ജി സമ്മതിക്കത്തുള്ളൂ. അല്ലാതെ മ്യൂച്വൽ ഡൈവോഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ ഈ അടുത്ത കാലത്താണ് നമ്മൾ കേൾക്കുന്നത്. രണ്ടുപേര് ചെന്ന് ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞങ്ങൾ പിരിയുകയാണ്. പക്ഷെ ഞങ്ങൾ പിണങ്ങിയല്ല പിരിയുന്നത്. ഒന്നിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നറിയുമ്പോൾ ഞങ്ങൾ പിരിയുന്നു. പിരിയുന്നത് കാരണം കൊണ്ട് മറ്റു ജീവിതത്തിനകത്ത്, മറ്റുള്ള കാര്യങ്ങളിനകത്ത് ഒന്നും നമ്മൾ ഒന്നിച്ച് വരത്തില്ല എന്നുള്ള അർത്ഥമൊന്നും അതിനകത്തില്ല. അല്ലാതെ മറ്റേ ആള് വളരെ മോശപ്പെട്ടത് കൊണ്ടല്ല. പലതരത്തിൽ അവർക്ക് ഇന്നും കഴിവുണ്ട്, അവര് സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരുമായിരിക്കും. പക്ഷെ അങ്ങനെ കഴിയുമ്പോഴും എനിക്ക് അദ്ദേഹത്തിനോട് ഒന്നിച്ച് കഴിയാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവ് കൊണ്ട് പിരിയുക എന്ന് പറയുന്നതാണ് ആധുനിക ജനാധിപത്യത്തിലെ പിരിച്ചില്, ഡൈവോഴ്സ്. അപ്പോ പണ്ടാണെങ്കിൽ അങ്ങനല്ല. മറ്റേ ജീവിതകാലം മുഴുവനും രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കേണ്ടതാണെന്ന് ആദ്യമേ തീരുമാനിക്കും. സോൾമേറ്റ്, ലൈഫ് സോൾമേറ്റ് എന്നൊക്കെ പറഞ്ഞുള്ള കഥയൊക്കെ ഉണ്ടാക്കും. എന്നിട്ട് ജീവിക്കാൻ പറ്റുന്ന കാണുമ്പോൾ ഒരാൾ വളരെയധികം മോശമാണെന്ന് കോടതിയിൽ തെളിയിച്ച് ജഡ്ജിക്ക് ബോധ്യമായി കൗൺസിലറും പറഞ്ഞ് ഞാൻ എത്ര ശ്രമിച്ചിട്ടും പരാജയം അടഞ്ഞു എന്ന് റിപ്പോർട്ട് കൊടുത്താൽ മാത്രമേ ഡൈവേഴ്സ് കൊടുക്കുള്ളൂ. ആ സ്ഥലം പോയിട്ട് രണ്ടുപേർക്ക് ഒന്നിച്ച് ജീവിക്കാൻ പല കാരണങ്ങൾ കൊണ്ട് കഴിയുന്നില്ല. അതുകൊണ്ട് നമ്മൾ അതിനകത്തു നിന്ന് പരസ്പരം സമ്മതത്തോടെ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ച അതേ സ്പിരിറ്റിൽ പരസ്പര സമ്മതത്തോടെ പിരിയുകയാണെന്ന് പറയുന്ന മ്യൂച്വൽ ഡൈവേഴ്സിന്റെ ലോകം ഉണ്ടായത് ഇതുപോലൊരു പ്രാക്ടീസാണ്. ഇത് നമ്മൾ അറിയണം. അപ്പൊ പുതിയ രീതിയിൽ ഒന്നിച്ച് പ്രവർത്തിക്കാൻ കഴിയാതെ വരുമ്പോൾ, പിരിയുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളെ പോലെ പെരുമാറാതെ എല്ലാ തവണയും എങ്ങനെയാണ് കളിക്കളത്തിൽ നമ്മൾ ഒന്നിച്ചു ചേർന്ന് പരസ്പരം പോരാടുമ്പോഴും പരസ്പര ബഹുമാനത്തോടെ അടുത്ത തവണ ഒളിമ്പിക്സിൽ ഒന്നിച്ച് കാണാം, അല്ലെന്നുണ്ടെങ്കിൽ വേൾഡ് കപ്പിൽ ഒന്നിച്ച് കാണാം എന്ന് പറഞ്ഞ് പിരിയുന്ന ടീം പോലെ മനസ്സിലാക്കണം. ഇതൊക്കെ സാധ്യമാണ്. അല്ലാതെ പിരിഞ്ഞാല് ഞങ്ങൾ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് എതിരാളികളെ പോലെ അവിടെ കളിച്ചത് കാരണം കൊണ്ട് ഇനി ഒരിക്കലും തമ്മിൽ കൂട്ടുകൂടത്തില്ല എന്നാണോ? നമ്മൾ സ്പോർട്സിനകത്തൊക്കെ നമ്മളിത് കാണേണ്ടത്. എല്ലാ തവണയും നമ്മൾ ഏറ്റവും നല്ല എതിരാളിയെ തോൽപ്പിക്കുക എന്നുള്ളതിനാണല്ലോ അവിടെ കൂടുന്നത്. തോൽപ്പിക്കാൻ തന്നെയാണല്ലോ കൂടുന്നത്. എല്ലാവരും എല്ലാ ഇതിനകത്തും തോൽപ്പിക്കാനാണ്. പക്ഷെ തോൽപ്പിക്കാനാണെന്ന് പറയുമ്പോൾ ശത്രുത കൊണ്ടല്ല, ആരോഗ്യകരമായ മത്സരം എന്നാണ് നമ്മൾ അതിന്റെ വാക്കുകളൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത്. ആരോഗ്യകരമായ ഒരു മത്സരം ആവശ്യമാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ പരസ്പരം അവരവരുടെ ഏറ്റവും നല്ല മികവ് പുറത്തു വരാനായിട്ട് ആ മത്സരം നല്ലതാണെന്നുള്ള തിരിച്ചറിവില്ല. നമ്മളൊരു കോമ്പറ്റീഷൻ നമുക്ക് ആവശ്യമാണ് എന്നൊക്കെ പറയുന്ന പോലെ അപ്പൊ ഓരോ ആളും അവരുടെ ഏറ്റവും മികവായ കഴിവുകൾ പുറത്തെടുക്കാൻ ഒരു മത്സരം നല്ലതാണെന്നും
പക്ഷെ മത്സരിക്കുന്നവർ പരസ്പരം ശത്രുക്കളാകേണ്ട ആവശ്യമില്ലെന്നും ലോകത്ത് ശത്രുക്കളായി പെരുമാറിക്കൊണ്ടിരിക്കുന്നതിന്റെ ചരിത്രത്തിൽ നിന്നും മാറി നമ്മൾ ഈ യുദ്ധങ്ങൾ ചെയ്യാതെ ഒളിമ്പിക്സിലും ചെസ്സിലും ഒക്കെ തോപ്പിച്ചാൽ മതി എന്ന് കണ്ടെത്തുമ്പോൾ നമ്മളിൽ ഉണ്ടായിരിക്കുന്ന മത്സരവീര്യം ചോർത്തി ഗുണപരമായി മാറ്റാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ്. ഇത് സംഘടന വിട്ടുപോയ രണ്ടുപേരെ മറ്റുള്ളവര് ആക്ഷേപകരമായി പെരുമാറുമ്പോൾ അവര് ഞങ്ങളോടൊപ്പമുള്ളവർ തന്നെയാണ്, അവര് ഞങ്ങളെ പോലെ തന്നെയാണ്, ഞങ്ങളോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം, പക്ഷെ അവരെ സംരക്ഷിക്കേണ്ടതുണ്ട്, നിങ്ങൾ അവരെ അങ്ങനെ ആക്രമിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്ന് WCC ഒരു പ്രസ്താവന ഇറക്കുന്നത് വഴിയാണ് ഇതിന്റെ ഏറ്റവും ആധുനികമായ ഒരു പ്രാക്ടീസ് നമ്മളിവിടെ കണ്ടു. ഇതൊക്കെ നമുക്ക് പഠിക്കേണ്ടതാണ്. ജനാധിപത്യപരമായി എങ്ങനെ പെരുമാറണം എന്ന് ലോകത്ത് എവിടെങ്കിലും ഒക്കെ അങ്ങ് മോഡൽ കിടപ്പൊന്നുമില്ല, നമ്മൾ പ്രാക്ടീസ് ചെയ്തുണ്ടാക്കുക. അപ്പൊ അതിനകത്ത് ഏറ്റവും വിജയിച്ച ഒരു സംഘടന എന്നുള്ള നിലവാരത്തിൽ WCC ഞാൻ എടുക്കും. അവർക്ക് പല പ്രശ്നങ്ങളും, അവരുടെ ഇടയിൽ വളരെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പൊ പോയ ആൾക്കാർക്ക് തിരികെ വരാനായിട്ടുള്ള സ്പേസ് ഉണ്ടോ, ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടി വരും അവര്. അപ്പൊ അതിന്റെ പ്രോസസ് എങ്ങനെയാണ്? ഇപ്പൊ വളരെ ഇവര് തീരെ ശരിയല്ല, ഞാൻ ഇനി ഇവരുടെ കൂടെ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ഡൈവോഴ്സ് ചെയ്ത് പിരിഞ്ഞ രണ്ടുപേര് തമ്മിൽ രണ്ടാമത് അവര് തമ്മില് ഞങ്ങൾ പലതരത്തിലുള്ള മനുഷ്യരെ പരിശോധിച്ച് നോക്കിയപ്പോ ഈ പിരിഞ്ഞ ആളാണ് ഇതുവരെ ഉള്ളതിൽ ഞാൻ കണ്ടെത്തിയതിൽ നല്ലതെന്ന് കണ്ടെത്തി വീണ്ടും രണ്ടാമത് അവർക്ക് പുനർവിവാഹം കഴിക്കാൻ അവകാശമില്ലേ? കഴിയും. പക്ഷെ അപ്പൊ നമുക്ക് ചില കണ്ടീഷൻസ് ഒക്കെ ചിലപ്പോൾ വെക്കേണ്ടി വരും. കഴിഞ്ഞ തവണ നിങ്ങളും ഞാനും തമ്മിലുണ്ടാക്കിയ കരാറിനകത്ത് നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കൂട്ടത്തിൽ നമ്മളാണ് മികവ്. പക്ഷെ ഇത്തവണ നമ്മൾ ഒന്നിച്ചു കൂടുന്ന സമയത്ത് ഇന്ന പോലെ പെരുമാറരുത് എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസിനകത്ത് നിന്ന് റീലേൺ ചെയ്തുകൊണ്ട് വീണ്ടും ഒന്നിക്കാൻ പറ്റും. അല്ലാതെ അടിച്ചു വിരിയുക എന്ന് പറയുന്ന യുക്തി മാത്രമല്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ ഈ പറയുന്ന മേഖലയ്ക്കകത്ത് അറിയേണ്ടതാണ്. അപ്പൊ സംഘടന എങ്ങനെ ഉണ്ടാക്കണം എന്ന് ചോദിക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ, ഇപ്പൊ നമ്മൾ 18 വയസ്സായ ആൾക്കാർക്ക് ഒരു വോട്ട് കൊടുക്കുന്നത് പോലെ തന്നെ വോട്ട് ചെയ്ത് തെരഞ്ഞെടുപ്പിലൂടെ അതിന് ഏറ്റവും നല്ലൊരു മെക്കാനിസം ഞാൻ കാണുന്നത്, സംഘടനയ്ക്കകത്തുള്ള ഒരാള് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും വോട്ട് കൊടുക്കുന്ന ഒരു മെക്കാനിസം പിടിക്കാം. കൂട്ടത്തിൽ ആരാണ് ഏറ്റവും കൂടുതൽ വോട്ട് മേടിക്കുന്ന ആള് അതിനകത്തെ കമ്മിറ്റിക്കകത്തേക്ക് വരിക. അപ്പൊ ആദ്യത്തെ ഒരു 100 പേരുള്ള ഒരു സംഘടനയ്ക്കകത്താണെങ്കിൽ ആദ്യത്തെ 10 സ്ഥാനത്തിനകത്തുള്ളവർ ചേർന്ന് കമ്മിറ്റി. അപ്പൊ അത്രയും സമ്മതം, ഇത്രയും ഇടയിൽ പരസ്പരം വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇതുവരെ മനുഷ്യർ ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ്. നമ്മളിതൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. ഞാനിതൊക്കെ പറയുമ്പം ഇത് ഞാൻ ഈ പറയുന്നത് അവസാനത്തെ പറച്ചിലൊന്നും അല്ല ഈ പറയുന്നേ. ഇത് എങ്ങനെയൊക്കെ ചെയ്യണം, നമ്മളൊക്കെ സംഘടനകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെല്ലാം ഇത് പരിശോധിച്ച് നോക്കിയിട്ടുള്ളതാണ്. അപ്പൊ അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ മെക്കാനിസമാണ് എല്ലാവർക്കും വോട്ട് കൊടുക്കുന്ന നിലവാരത്തിൽ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് നിൽക്കാനായിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് പറ്റും? ഏറ്റവും കൂടുതൽ വോട്ട് ആരാണോ ആർജിക്കുന്നവര് അവർക്ക് അവരുടെ ആദ്യത്തെ 10 പേരെ എടുത്ത് അവർ കമ്മിറ്റി ഉണ്ടാകും. ഈ കമ്മിറ്റിക്ക് അകത്ത് പോലും ആളുകൾ തമ്മില് ഒരാള് 1 വർഷം റെപ്രസെന്റേറ്റീവ് ആയിട്ട് നിന്നാൽ ഞാൻ വ്യക്താവായി സംസാരിക്കുകയാണെങ്കിൽ അത് ഈ 10 പേരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, ഇന്നാണെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷനൊക്കെ പണ്ടൊക്കെ ആണെങ്കിൽ പരസ്പരം കാണാനൊക്കെ പറ്റത്തില്ല, ദൂരെയാണ്. ഇതൊന്നും ഇന്ന് സത്യത്തിൽ ഇന്റർനെറ്റും ഈ ഫോണും ഉള്ളിടത്ത് ആ ചർച്ച തന്നെ ഇനിയും ലോകത്ത് ആവശ്യമില്ല, സമയമില്ലായിരുന്നു. ഏതാള് ഒരു കാര്യം, ഒരു പ്രസ്താവന ഇറക്കാൻ പോകുമ്പോൾ അതിനകത്തുള്ള എല്ലാ ആൾക്കാർക്കും അതിന്റെ പകർപ്പ് അയക്കാൻ പറ്റും. ഇതിനെ കൺസൾട്ടിങ്, എനിക്ക് വായിക്കാൻ സമയമില്ലെന്ന് ഒരാൾ പറഞ്ഞ് അഭിപ്രായം പറയാതിരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു പൊതു തീരുമാനത്തിനകത്ത് ഒന്നിച്ചുകൂടി ജനറൽ ബോഡി എന്ന് പറയുന്നത് എല്ലാ സമയത്തും സജീവമായി നിലനിർത്താൻ പറ്റും. അതാണ് ഇന്റർനെറ്റിന്റെ ഗുണം ഉണ്ടായത്. ആ നിലവാരത്തിലുള്ള റഫറൻഡം എടുത്തിട്ട് പ്രസ്താവനകൾ ഇറക്കാമെങ്കിൽ
ഈ അധികാര കേന്ദ്രീകരണം എന്ന് പറയുന്ന സാധനം സംഭവിപ്പിക്കാതിരിക്കാൻ പറ്റും. ഒരു വലിയ ഇതാണ്. പണ്ടാണെന്നുണ്ടെങ്കിൽ മേൽ കമ്മിറ്റിക്കകത്തു നിന്ന് എടുക്കുന്ന റിപ്പോർട്ട് താഴ് കമ്മിറ്റി വന്ന് വിശദീകരിച്ച് അഭിപ്രായം സംഘടിപ്പിക്കേണ്ട പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയൊന്നും ആവശ്യമില്ല. എല്ലാവർക്കും ഫോണുള്ളവരാണ്. ഒരാളൊരു അഭിപ്രായം എഴുതുന്നു, എല്ലാവരും അതിന്റെ മേളിൽ കമന്റ് പറയുന്നു. ഇതെല്ലാം ചെയ്യാൻ പറ്റും. 100 പേരുണ്ടെങ്കിൽ അതിൽ 90 പേരെങ്കിലും കമന്റ് എഴുതി കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് അബ്സ്ട്രാക്ട് ചെയ്തൊരു പ്രസ്താവന ഉണ്ടാക്കാൻ പറ്റും. ആ പ്രസ്താവന വീണ്ടും സർക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സർക്കുലേറ്റ് ചെയ്യാന്ന് പറയുന്നതൊക്കെ 1 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലേ? പണ്ടാണെന്നുണ്ടെങ്കിൽ ഒരു കടലാസ് കഷ്ണം എഴുത്തയച്ചിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇതൊക്കെ വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാലത്താണെന്ന് നമ്മൾ ഇരിക്കുന്നതെന്ന് അറിയണം. അപ്പൊ ഇതൊന്നും നടക്കാത്ത, ഞാനിപ്പോ ഇതിങ്ങനെ പറയുമ്പോൾ ഇതൊന്നും നടക്കാത്ത കാര്യമാണ്. നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും, ഇതിന് പുറകിൽ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ഞാൻ ഈ പറയുമ്പോ കേൾക്കുമ്പോ ആദ്യത്തെ വരിയാണ് ഇതൊന്നും നടക്കാത്ത കാര്യമാണ്. ഈ ഇന്റർനെറ്റും ഇത്രയധികം സ്പീഡിലെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് കൺസൾട്ടേഷനോ അവർ പറയാനും അഭിപ്രായം പറയാനും അത് ടിക്ക് ചെയ്യാൻ ആവശ്യപ്പെടുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സമ്മതമാണ്, സമ്മതമല്ല, രണ്ട് കോളം ഇല്ല. ഇത് ഒരു മിനിറ്റിനകത്ത് അയക്കാൻ പറ്റും. അത് വായിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതിൻ്റെ അത് അഭിപ്രായം പറയാൻ പറ്റും. ഇങ്ങനെ ജനറൽ ബോഡി ഇന്ന് ഈ പറയുന്ന വക്താവിന്റെ മുന്നിൽ മുഴുവൻ അഭിപ്രായവും റെഫറൻഡും ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ്. തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കാനായിട്ട് ആളുകളെ ഭീഷണിപ്പെടുത്താനും അവരെ പോയിട്ട് മാനസികമായി പീഡിപ്പിച്ചോ അല്ലെങ്കിൽ സഹകരിപ്പിക്കാൻ വേണ്ടി പലവര വിദ്യ ഒന്നും ആവശ്യമില്ല. എല്ലാ കൺസൾട്ടേഷനും അപ്പൊ നടക്കും. ഇത് ഇവിടുത്തെ ഗവൺമെന്റുകൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്. ജനങ്ങളോട് സമ്മതിക്കാനായിട്ട് പഴയ രീതിയിൽ നമ്മൾ ഇന്ന് ഈ പറയുന്ന റെപ്രസെന്റേഷൻ എന്നൊക്കെ പറയുന്നതിനകത്ത് പോലും ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാവുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ ചെയ്ത് സംഘടനാ രൂപങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ആ സംഘടനാ രൂപം എന്ന് പറഞ്ഞാൽ മേലുകീട്, ശരിക്കും പറഞ്ഞാൽ അഭിനയിക്കുന്നവര് ഇതിന്റെ പ്രധാന ആൾക്കാരൊന്നും അല്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ സ്ക്രിപ്റ്റ് എഴുതിയതിന് ശേഷമേ ഉള്ളു എന്തെങ്കിലും ലോകത്തുള്ളത്. സിനിമാക്കാരുടെ ലോകത്ത് പണ്ട് സ്ക്രിപ്റ്റ് എഴുതുന്നത് തന്നെയായിരുന്നു ഡയറക്ടർ. അങ്ങനെയാണ് ഡയറക്ടറുടേതായിരുന്നു സിനിമ. ഇന്ന് ഈ സ്ക്രീനിൽ കാണുന്ന കൊണ്ട് മാത്രം അവരുടെ സിനിമയായി മാറിയത്. അങ്ങനെയാണ് ഹീറോയിനും ഒക്കെ ഉണ്ടായത്. ഒരാവശ്യമില്ലാത്ത സാധനങ്ങളാണ് ഇതൊക്കെ. പഴയ കാലത്തെ നേതൃസങ്കല്പം കൊണ്ടാണ് ഈ ഹീറോയിനും ഒക്കെ ഉള്ളത്. ഇതൊന്നും ജനാധിപത്യത്തിനകത്തുള്ളതല്ല ഹീറോയിനും ഒന്നും. നമുക്കെല്ലാവർക്കും അറിയാം. 10 പേരെ ഒരുത്തന് ഒറ്റയടിക്ക് ഇടിച്ചിടാനൊന്നും ഒക്കത്തില്ല എന്നൊക്കെ എല്ലാവർക്കും അറിഞ്ഞൂടെ. അപ്പൊ ഈ പഴയകാല വീരാരാധന ഇന്ന് നിലനിർത്തുന്ന നിലവാരത്തിലുള്ള കഥ മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷകളുമായി ബന്ധപ്പെട്ടോ കാര്യങ്ങളൊന്നുമല്ല. ഇന്നും കാട്ടിക്കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുന്ന കഥയ്ക്കകത്തെ കഥയാണ് ഇവന്മാരെല്ലാരും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണല്ലോ ഹീറോയിനും ഒക്കെ ആവശ്യമായിട്ട് വരുന്നത്. അല്ലെ, എന്തിനാണ്? മനുഷ്യപ്പറ്റുള്ള കഥയാണോ ഉണ്ടാകുന്നത്? ജീവിതത്തിനകത്ത് ഗുണ്ടാ സംഘ നേതാവിനെയാണ് നമ്മൾ ഇതിനകത്ത് ഹീറോ ആയിട്ട് കാണുന്നത്. ജീവിതത്തിൽ നമ്മൾ ഗുണ്ടാ സംഘം എന്ന് പറയുന്നവരുടെ റെപ്രസെന്റേഷനാണ് ഇന്നത്തെ എല്ലാ ഈ പറയുന്ന താരങ്ങളെല്ലാം റെപ്രസെന്റേറ്റ് ചെയ്യുന്നത്. എത്ര അസംബന്ധം എന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ മറുവശം എന്ന് പറയുന്നത് ഇനിയുള്ള കാലം മനുഷ്യന്റെ കഴിവുകളുടെ അതിരുകൾ ഭേദിക്കുന്ന സ്ഥലത്തിനെയാണ്. അല്ലാതെ ഈ ആളുകളെ തമ്മിലടിക്കുകയും ഒരുത്തനെ വെടിവെക്കുകയും രഹസ്യ തോക്കും വടിയുണ്ടേയും പട്ടാളവും ഒന്നും അല്ല നമ്മുടെ സിനിമയ്ക്കകത്തൂടെ മനുഷ്യരെ പഠിപ്പിക്കേണ്ടത്. എന്റർടൈൻമെന്റ് മാത്രം. എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് വേണ്ട എന്നുള്ള അർത്ഥത്തിലേ അല്ല. കടൽ നീന്തി കടക്കുമ്പോഴും വലിയ വലിയ അച്ചീവ്മെന്റ് ആണ്. കടലിനടിയിലേക്ക് എത്തുന്നതും വലിയ അച്ചീവ്മെന്റ് ആണ്. ആകാശത്തേക്ക് എത്തുന്നതും വലിയ അച്ചീവ്മെന്റ് ആണ്. അതിനകത്തൊന്നും നമ്മൾ ഈ പറയുന്ന ശത്രുക്കളെ ഒന്നും ആവശ്യമൊന്നുമില്ല. നമ്മുടെ എതിരെന്ന് പറയുന്നത് മനുഷ്യന്റെ കഴിവുകളുടെ അതിരിനെയാണ് നമുക്ക് എതിരായിട്ട് കാണേണ്ടത്. എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ പലതരത്തിലുള്ള ഘടനാപരമായിട്ടുള്ള ബലങ്ങളും ബലമില്ലായ്മകളും ഉള്ളതിനെ എങ്ങനെയാണ് നമ്മൾ മറികടക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ആകർഷണ ശക്തി ഭേദിച്ച് എങ്ങനെ ഒരു റോക്കറ്റ് വിടുന്നതിനകത്തെ വിജയമാണ്
യഥാർത്ഥ വിജയം. ഒരു 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 നിമിഷം ജീവിക്കാൻ കഴിയാത്ത വെള്ളവും വായു, വെള്ളം, അതുപോലെ തന്നെ ഏറ്റവും ശരീരത്തിന് തകരാറുണ്ടാക്കുന്ന റേഡിയേഷനുള്ള ആകാശത്ത് ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ അത് മനസ്സിലാക്കുക. അവിടെയാണ് വിജയത്തിന്റെ സ്ഥലങ്ങൾ നിൽക്കുന്നത്. മനുഷ്യന്റെ ഇതുവരെ കഴിയാതിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് വികസിക്കുന്നിടത്താണ് വിജയങ്ങൾ നിൽക്കുന്നത്. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊല്ലുന്നതും കുതന്ത്രങ്ങൾ കാണിക്കുന്നതും അതൊക്കെ പഴയ കാലത്തെ ഏറ്റവും ഞാൻ ജനാധിപത്യം വരുന്നതിന് മുമ്പുണ്ടായിരുന്ന മനുഷ്യ സമൂഹത്തിന്റെ കഥകളാണതല്ല. നമ്മള് 100 കൊല്ലം കൂടെ കഴിഞ്ഞിട്ടുള്ള സ്പേസിൽ സ്റ്റാർ വാഴ്സ് ഉണ്ടാക്കുന്നതാണ് കഥ. ഈ മനുഷ്യന്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി കംപ്ലീറ്റ് അങ്ങ് വിടും. എന്നിട്ട് തോക്ക് ലേസർ ഗൺ ഉണ്ടാക്കുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ റേ ഗൺ ഉണ്ടാക്കുന്നതോ ആണ് കണ്ടുപിടുത്തമായിട്ട് വരുന്നത്. എത്ര അസംബന്ധമാണ്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. അപ്പൊ ജീവിതത്തിനകത്തെ ചലഞ്ചസ് ഇല്ലാതാകുകയല്ല, എന്നും നമുക്ക് ചലഞ്ച് കാണും. കാരണം അത്രത്തോളം ചലഞ്ചിങ് ആയ ഒരു ലോകത്താണ് ജീവൻ ആരംഭിച്ചത്. ഏറ്റവും ദുസ്സഹമായി ഭൂമി ഇരുന്നിടത്താണ് ജീവൻ ആരംഭിച്ചത്. അതുകൊണ്ട് ജീവന്റെ നിലനിൽപ്പ് തന്നെ ഏറ്റവും വലിയ ചലഞ്ചാണ്. ഈ ചലഞ്ചിനെ അഡ്രസ് ചെയ്യുന്ന രീതിയിൽ ജനാധിപത്യപരമായി നമ്മൾ ഈ സംസ്കാരം രൂപപ്പെടുത്തുകയും ജീവിതം ക്രമപ്പെടുത്തുകയും ക്രമീകരണങ്ങൾ വരുത്തുകയും ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്നത്. അതുകൊണ്ട് അമ്മയൊക്കെ ഇനി സംഘടിപ്പിക്കും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത്. സിനിമ മനുഷ്യരെ മുഴുവനും എങ്ങനെയാണ് ആധുനിക ലോകത്തിന് അനുസൃതമായി ജീവിക്കാനും ചിന്തിക്കാനും പെരുമാറാനും നമ്മുടെ അതിരുകൾ ഭേദിക്കുന്നതിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറയുന്ന മേഖലയിലാണ് സിനിമ എന്ന് പറയുന്ന കാര്യങ്ങൾ നിൽക്കുന്നത്. നമ്മളത് രസകരമായി അവതരിപ്പിക്കുന്നത് അതിന്റെ സ്ക്രിപ്റ്റിന്റെ റേറ്റും അതിനകത്ത് ഉണ്ടാകുന്ന തമാശകളും കാര്യങ്ങളും ഇതൊന്നും നമ്മൾ ചർച്ച ചെയ്യണ്ട. പക്ഷെ ശത്രുത പഠിപ്പിക്കാനോ പകയോടെ പെരുമാറാനോ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാനോ അന്യരെ വെറുക്കുന്നതിനോ മനുഷ്യനെ ഇനിയും പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അതിൽ നിന്ന് മോചിക്കാനാണ് നമ്മൾ ഈ ലോകത്തിനെ പറ്റി സംസാരിച്ചോണ്ടിരിക്കുന്നത്. നമ്മൾ ജനാധിപത്യത്തിനെ പറ്റി പറയുന്നത് നമ്മുടെ ഇത്തരത്തിലുള്ള ദുരിതം പിടിച്ച ഈ വികാരങ്ങളെ നിയന്ത്രിച്ച് ഒന്നിച്ചുകൂടി എങ്ങനെയാണ് ലോകത്ത് ജീവിക്കാൻ പറ്റുന്നതെന്ന് കണ്ടെത്താനാണ്. അല്ലാതെ ജീവിതം രസകരമല്ലാതാക്കുന്നത്, രസം കളയണമെന്നൊക്കെയാണോ ഇപ്പൊ ഞാനീ പറയുമ്പോൾ ഉടനെ പറയും, അതും രസിക്കാനൊന്നും പറ്റത്തില്ല. 100 തരത്തിൽ രസിക്കുക. ഞാനത് ചോദിച്ചാൽ കടലിനടിയിലേക്ക് നമ്മൾ ഗുളിയിട്ട് പോകുമ്പം ശ്വാസമില്ലാതെ എന്തുമാത്രം മത്സരത്തിൻ്റെതായ ലോകമാണ്. ഒരാൾക്ക് 10 മിനിറ്റ് വെള്ളത്തിനടിയിൽ താന്നിരിക്കാൻ പറ്റുമോ എന്ന് കണ്ടുപിടിക്കുക പറഞ്ഞാൽ, ഈ വെള്ളത്തിന് മേളിൽ ജീവിക്കുന്ന കംബോഡിയയിലുള്ള ഒരു കൂട്ടർ, അവർക്ക് ശരിക്കും പറഞ്ഞാൽ 7-8 മിനിറ്റ് തൊട്ട് 10 മിനിറ്റ് വരെ വെള്ളത്തിനടിയിൽ അവർ പോകും. ഇതൊക്കെ ചലഞ്ചിങ് ആണ്. എന്താണ് ഈ എവറസ്റ്റിന്റെ മണ്ടേ കയറുക എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആണ്. അവിടെ എന്താണ് ഓക്സിജൻ ടാങ്കുമായിട്ട് അല്ലാതെ അതിനകത്ത് കയറുക എന്ന് പറയുന്നത് ചലഞ്ചിങ് ആണ്. ഇങ്ങനെയാണ് ചലഞ്ചസ് അനുഭവിക്കേണ്ടത്. അല്ലാതെ എന്താണ് ചിമ്പാൻസിയും കുരങ്ങും അല്ലെന്നുണ്ടെങ്കിൽ മാനും ആനയും എല്ലാം കൂടെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുസി പിടിക്കുന്നതും ഇടിക്കുന്നതുമായിട്ടുള്ള സ്ഥലത്ത് തന്നെ നമ്മൾ കിടക്കണമെന്ന് പറയുന്നത് സവിശേഷമായ ജനാധിപത്യ സംസ്കാരം ഉണ്ടാക്കുന്നതിന് തടസ്സമാണ്. അതാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ ആളെന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമേ അയാളെ ഇഷ്ടപ്പെടാൻ പറ്റത്തുള്ളൂ. അപ്പുറത്തിരിക്കുന്ന ആൾ ഇതേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ വില്ലനെയും നായകനും വ്യത്യാസപ്പെടുന്നത് എങ്ങനെയാണ്? അവരുടെ പ്രവൃത്തി കൊണ്ടല്ല, നമ്മുടെ ആളാണ് ഇത് ചെയ്തതെന്നുള്ള ഒരൊറ്റ ന്യായം കൊണ്ടാണ് ഇന്ന് അവര് വിജയിക്കുന്നത്. പട്ടാളക്കാരിൽ ലോകത്ത് ആര് ബോംബിട്ടാലും മറ്റുള്ളവർ ബോംബിടുന്ന പോലെ തന്നെയാണ്. നമ്മുടെ ആള് മറ്റുള്ളവരുടെ മേളിൽ ബോംബിടുന്നതുകൊണ്ട് മാത്രമാണ് വിജയമായിട്ട് ഇത് കാണാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ കണ്ണി ചോരയുള്ളവരോ ജീവിതത്തിനെ പറ്റി എന്തെങ്കിലും നിലവാരത്തിൽ നമ്മൾ മനുഷ്യത്വപരമായി പെരുമാറണം എന്ന് പറയുന്നവർക്കോ ഒന്നും ഉള്ളതല്ല ഇതൊന്നും തന്നെ. അപ്പൊ ജീവിതത്തിന്റെ ചലഞ്ചസ് എന്ന് പറയുന്നത് ഈ പറയുന്ന പരസ്പരം പകയോടെയും കോപത്തോടെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചു ജയിക്കുന്ന യുക്തിക്കകത്തല്ല നമ്മൾ ഇനിയും ജനാധിപത്യത്തിന്റെ ലോകങ്ങൾ കാണേണ്ടത്. നമ്മുടെ മനുഷ്യരുടെ
കഴിവിന്റെ അതിരുകൾ ഭേദിക്കുന്നിടത്താണ് അത് കാണേണ്ടതെന്ന് ഒരിക്കൽ മനസ്സിലാക്കിയാൽ ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യാം. ആ വർക്കൗട്ട് ചെയ്യുന്ന മേഖലയെ പറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പിണങ്ങി അഭിപ്രായ വ്യത്യാസത്തോടെ ഞാൻ ഈ കൂട്ടത്തിൽ പെടുന്നില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയവരെ സംരക്ഷിക്കുന്ന മനസ്സോടെ നിൽക്കുന്ന WCCന്ന് ഇനിയുള്ള AMMA ഉണ്ടാക്കിയവര് അവർക്ക് പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതിന് എങ്ങനെയാണ് മര്യാദയ്ക്ക് പെരുമാറേണ്ടതെന്നുള്ള പ്രാഥമിക അറിവിലെങ്കിലും എത്താൻ പറ്റും. ഈ നിലവാരത്തില് അപ്പൊ സംഘടനയ്ക്ക് അകത്തുള്ളവര് പ്രായമായവർക്ക് കൈനീട്ടം കൊടുക്കുന്നതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണ്ടേ. ആധുനിക ജനാധിപത്യ സംസ്കാരത്തിനകത്ത് പെൻഷൻ കിട്ടുന്ന സ്ഥലമാണ് ഈ പറയുന്നത്. എത്ര പ്രാകൃതമായ ഒരു സംഘടനയാണ് ഈ AMMA എന്നൊന്ന് ഓർക്കണം. അതുകൊണ്ടാണല്ലോ ഈ കൈനീട്ടക്കാരനും ഒക്കെ എത്ര കഷ്ടമാണ്. അവന്മാർ എങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നെന്നുള്ളതാണ്. അത് ഈ കാലഘട്ടത്തിൽ ചിന്തിക്കാൻ പറ്റുന്നത്. നമുക്ക് അറപ്പ് തോന്നിപ്പോയായിരുന്നു ആ വാക്കൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ. ഇപ്പൊ നമ്മൾ ഇങ്ങനെ പറയുമ്പോഴും അമ്മയിലുള്ള മെമ്പേഴ്സ് അതിൽ പ്രത്യേകിച്ച് താരരാജാക്കന്മാരെന്നാണ് വിളിക്കുന്നത്. താരരാജാക്കന്മാര് തന്നെ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ നമുക്ക് താരരാജാവെന്ന് വിളിക്കുന്നു എന്ന് പറയുന്നതിന്റെ അവരുടെ പെരുമാറ്റം മുഴുവൻ അങ്ങനല്ലേ. ആ പെരുമാറ്റം അങ്ങനെയാണ്. അത് മമ്മൂട്ടി ആയാലും മോഹൻലായാലും അങ്ങനെ തന്നെയാണ് പെരുമാറുന്നത്. അവരെല്ലാം കരുണയോടെയും മറ്റുള്ളവരെ എന്ന് പറഞ്ഞാൽ ഈ കരുണയല്ല ജനാധിപത്യത്തിനകത്തെ മൂല്യം, സഹകരണമാണ്. അല്ലാതെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുന്ന കാരുണ്യപൂർവ്വം നോക്കാൻ മുകളിലാണ് ഇരിക്കുന്നത്. അത് ഗുരുക്കന്മാരും രാജാക്കന്മാർക്കും ഉള്ളതാണ്. സമരായ മനുഷ്യരുടെ വികാരത്തിനെ പറ്റിയല്ല പറയുന്നത്. നമ്മള് എമ്പതി എന്ന് നമ്മൾ പറയുന്ന, ഇംഗ്ലീഷിൽ എമ്പതി എന്ന് പറഞ്ഞാൽ സഹാനുഭൂതിയും സഹ എന്ന് പറയുമ്പോൾ ചുറ്റുപാടുമുള്ളവരോട് ഈക്വലായി അനുഭവിക്കുന്നത്. അതിനെയാണ് സിമ്പതി എന്ന് ഇംഗ്ലീഷുകാർ പറയുന്ന സാധനത്തിനെയാണ് നമ്മൾ സഹാനുഭൂതി എന്ന് സാധാരണ പറയാറുള്ളത്. എമ്പതി എന്ന് പറയുന്നത് അങ്ങനെയല്ല, സിമ്പതി അല്ല. ഇതാണ് നമ്മുടെ വ്യത്യാസം ഉണ്ടാക്കുന്നത്. കാരുണ്യത്തിനുമെല്ലാം ഈ മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന അനുഗ്രഹം എന്നൊക്കെ പറയുന്ന നിലവാരത്തിലുള്ള വാക്കുമായിട്ട് ബന്ധപ്പെട്ട അത് വരുന്നത്. താഴെ പിന്നീട് എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ്. അതേ സമയത്ത് സമരായ ആൾക്കാർ തമ്മിൽ സഹകരണത്തോടെ പരസ്പരം മനസ്സിലാക്കുക എന്ന് പറയുന്ന അവിടെയാണ് നമ്മൾ ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറയുന്ന ഭാഗം വരുന്ന പോലാണ്. അറിഞ്ഞു പെരുമാറുന്നവരായി, അപ്പുറത്തിരിക്കുന്ന ആളിനെ അറിഞ്ഞ് അവരുടെ ഷൂസിലേറി ആ ഷൂസിനകത്ത് അവരനുഭവിക്കുന്നതുമായിട്ട് താദാത്മ്യപ്പെട്ടെന്നുള്ള വാക്കാണ് നമുക്ക് സംസ്കൃതത്തിനകത്ത് അല്ലെങ്കിൽ മലയാളത്തിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത്. താദാത്മ്യപ്പെട്ട് അവരുടെ ജീവിത അനുഭവവുമായി താദാത്മ്യപ്പെടുന്നതിനെ ആണ് നമ്മൾ ആധുനിക ജനാധിപത്യ മൂല്യമായി എടുക്കുന്നത്. ആ താദാത്മ്യപ്പെട്ടിട്ടുണ്ടാകുന്ന അനുഭവം, അതാണ് നമ്മൾ സിനിമ കാണുമ്പോഴേ നമ്മൾ അവരുമായി താദാത്മ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അവരുമായി അത്രത്തോളം ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ താദാത്മ്യപ്പെടണം. ആ താദാത്മ്യപ്പെടുന്ന സമയത്ത് അവരെ രക്ഷകരായിരിക്കുന്ന യുക്തിയല്ലത്, കൈപിടിച്ച് രക്ഷിക്കുന്ന യുക്തിയല്ല, കരുണയോടെ എന്തെങ്കിലും ചെയ്യുന്നതല്ല, അനുഗ്രഹം ചൊരിയല്ല. ഇതെല്ലാം പഴഞ്ചൻ മൂല്യങ്ങളാണ്. മുകളിലിരിക്കുന്ന ആൾക്കാർ താഴെയുള്ളവരോട് കാണിക്കുന്നതാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഈ ഗുരുത്വമല്ല നമുക്ക് വേണ്ടത്, ശിഷ്യത്വമല്ല നമുക്ക് വേണ്ടത്, നമുക്ക് ഭർത്താവല്ല വേണ്ടത്, ഭാര്യയല്ല, ഇണയായിരിക്കണം. പരസ്പര ബഹുമാനായ തുല്യരായ മനുഷ്യരായി പെരുമാറുന്നതിനെ എങ്ങനെ മനസ്സിലാക്കണമെന്ന്, അതിന്റെ പ്രവർത്തനത്തിന് അനുഗുണമായ രീതിയിൽ എങ്ങനെ സംഘടനകൾ രൂപപ്പെടുത്തണം എന്നുള്ള റിസർച്ച് ചെയ്യേണ്ടതുണ്ട്. ആ റിസർച്ചിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ജനാധിപത്യം ലോകത്ത് എവിടെങ്കിലും ഇരിക്കുകയല്ല, നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നാണെന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മൾ ഉണ്ടാക്കുന്നത് ലോകത്ത് മറ്റുള്ളവർ പഠിക്കേണ്ട ലോകമാണ്. കേരളം ജനാധിപത്യപരമായി പല കാര്യത്തിൽ മുന്നിലാണ്, ഒരു സംശയം നമുക്ക് വേണ്ട.
അല്ലാതെ യൂറോപ്പിലുള്ളവർ നമ്മളെക്കാളും വളരെ മുന്നിലാണെന്നൊക്കെ വിചാരിക്കരുത്. അവിടെ ഒരു ജനത മാത്രം ഉള്ളിടത്ത് ഉണ്ടായ ചില സഹകരണങ്ങൾ അവർക്കുള്ളത്. ഇത്ര വ്യത്യസ്തരായ പല തട്ടിലുള്ള പലതരത്തിലെ ജാതി മത വിഭാഗങ്ങളുടെ സകല മേൽക്കീഴുകൾ നിന്നിടത്ത് എങ്ങനെയാണ് സഹകരണം രൂപപ്പെടുത്തി കൊണ്ടുവന്ന് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ കേരള സമൂഹം എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളിലുള്ളവർക്ക് മാതൃകയാണ്. ഇത് നമ്മൾ അറിയേണ്ടതുണ്ട്. പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള സംഘടനാപരമായ സാധനങ്ങൾ ചൊവ്വേനേരം ഉണ്ടാക്കാൻ ഇതുവരെ നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ളത്. ഇപ്പൊ നമ്മൾക്ക് സ്ത്രീകളുടെ കൂട്ടായ്മയായ കുടുംബശ്രീക്കകത്ത് അവരുടെ സഹകരണം എന്നൊക്കെ പറയുന്നത് ഇതുപോലെ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, WCCക്കാരുടെ കഴിഞ്ഞ 7 വർഷം അവരുടെ എക്സർസൈസിനകത്തുനിന്ന് ഇനി AMMI സംഘടിപ്പിക്കുമ്പോൾ അതെങ്ങനെയാണ് അതിന്റെ അംഗങ്ങളോട് മര്യാദയ്ക്ക് പെരുമാറുന്നതെന്നും മേലുകേടില്ലാതെ എങ്ങനെയാണ് ഇത് രൂപപ്പെടുത്തുന്നതെന്നും അതിന്റെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ കേന്ദ്രവും മേളും താഴെയൊക്കെ ആയിട്ട് നിൽക്കുന്ന യുക്തികളല്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരമാവധി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അന്നറിയിക്കാൻ പറ്റുന്ന ഏത് കാര്യവും മറച്ചു വെക്കാതെ പറയാനും പറഞ്ഞതിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് ഡിസെൻഡിങ് നോട്ടുകളുമായിട്ട് തന്നെ പ്രസ്താവനകൾ ഇറങ്ങാവുന്നതാണ്. ഒരു പൊതു പ്രസ്താവന ഇറക്കുന്നു, ഭൂരിപക്ഷ തീരുമാനമാണ്, പക്ഷെ ഡിസെൻഡ് ചെയ്തവർ ഇത്രയും പേരുണ്ട്, അത് ഇതിന്റെ കൂട്ടത്തിൽ ചേർക്കാവുന്നതാണ്. എന്തുകൊണ്ട് ചേർത്തുകൂടാ? കാരണം ഭൂരിപക്ഷ തീരുമാനത്തിനനുസരിച്ച് നമ്മൾ ചെയ്യാൻ ബാധ്യത വരുന്ന അത്രയും വരെ നമുക്ക് ഇന്ന് കഴിയുള്ളൂ. പക്ഷെ ഡിസെൻഡ് ചെയ്തവരുണ്ടെന്ന് പറയേണ്ടതില്ലേ? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പണ്ട് ചെയ്തിരുന്നതെന്നറിയാവോ? കമ്മിറ്റിക്കകത്ത് ഒരു കാര്യത്തിനെ എതിർത്ത് സംസാരിച്ചവര് കമ്മിറ്റിക്കകത്ത് ഭൂരിപക്ഷ തീരുമാനം വന്നു കഴിഞ്ഞാൽ ആ എതിർത്ത് തീരുമാനിച്ചവരെ കൊണ്ട് ഇത് പുറത്ത് പറയിപ്പിക്കുമായിരുന്നു, ശിക്ഷയായിട്ട് അനുഭവിക്കുന്നത്. അപ്പൊ ആളുകൾ വിചാരിക്കുന്ന ഇവർ മുഴുവൻ പേരും കുറ്റവാളികളാണെന്നാണ്. ആ തീരുമാനം തെറ്റാണെന്നുണ്ടെങ്കിൽ ഇത് മുഴുവൻ പേരും സമ്മതിക്കണ്ട, അതിന്റെ ആവശ്യമില്ലെന്നാ ഞാൻ പറയുന്നത്. ജനാധിപത്യത്തിനകത്ത് ഭൂരിപക്ഷ തീരുമാനമാണ് നടപ്പാക്കാൻ ഒക്കൂ, അത് അത്രയാണ് നമുക്ക് കഴിയുന്നത്. പക്ഷെ ഡിസെൻഡിങ് വോയിസസ് മുഴുവൻ വെക്കണം. കോടതിയിലെ ജഡ്ജിമാര് ഡിസെൻഡിങ് വോയിസ് വെക്കാറുണ്ട്. ജഡ്ജിമെന്റ് ഇറക്കുന്ന സമയത്ത് ഡിസെൻഡ് ചെയ്യും. ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള സംഘടനാപരമായിട്ടുള്ള എല്ലാ കാര്യത്തിനകത്തും നമുക്കിത് ചെയ്യാൻ പറ്റും. ട്രാൻസ്പെറൻസി, നമ്മൾ ഇടുന്ന പണം എത്രത്തോളമാണ് എന്നുള്ളത് എല്ലാവർക്കും പരിശോധിക്കാൻ പറ്റുന്നതായിരിക്കണം. ഒരാളിന് സഹായം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഭൂരിപക്ഷ തീരുമാനത്തിന് എല്ലാവരെയും അറിയിക്കാൻ പറ്റും. ഇതൊക്കെ ഇന്ന് ചെയ്യാനും കൂടെ കഴിയുന്ന സാങ്കേതിക വിദ്യ വികസിച്ചിരിക്കുന്ന ഈ കാലത്തിരുന്നുകൊണ്ട് നമ്മൾ ഈ പഴയ യുക്തികൾ പറയരുതിനി. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, AMMA ഇനി സംഘടിപ്പിക്കുകയാണെങ്കിൽ ആ സംഘടിപ്പിക്കുമ്പോൾ ഈ സെക്രട്ടറിയും പ്രസിഡന്റും കോർ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം അവരെങ്ങനെയാണ് ഒരു കൂട്ടായ്മയായിട്ട് ഒരു തൊഴിലിടത്തിനകത്ത് ഒന്നിച്ച് എല്ലാവരുടെയും കാര്യങ്ങൾ വ്യത്യസ്തമായ ആവശ്യങ്ങളിൽ ഇപ്പൊ അതിനകത്ത് വിളക്ക് പിടിക്കുന്ന ഈ ക്രിക്കറ്റിനകത്ത് ക്യാപ്റ്റന് അയാളുടെ ടീംമേറ്റ്സിനെ വിളിക്കുന്ന ബോയ്സ് എന്ന മൈ ബോയ്സ് എന്നൊക്കെയാണ്. ബോയ് എന്നൊക്കെ പറയുന്ന കുട്ടികളാക്കുന്ന എന്തൊരു അപമാനകരമായ വാക്കാണ്. ഒരാളെ കൂടെ ഉള്ള ടീംമേറ്റിനെയും ബോയ് എന്ന് വിളിപ്പിക്കുക എന്ന് പറയുന്നത്. പക്ഷെ അതൊക്കെ ഭയങ്കര സംഭവം പോലാണ് സംസാരിക്കുന്നത്. മൈ ബോയ്സ് എന്നൊക്കെ പറയും. അപ്പൊക്കെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ അധികാരവും കീഴ്പ്പെട്ട് നിൽക്കുന്ന ഈ സംസ്കാരത്തിന്റെ പ്രതിഫലനമല്ലാത്ത പുത്തൻ സംഘടനകളും രൂപങ്ങളും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് ആ നിലവാരത്തിലുള്ള എക്സ്പെരിമെന്റുകൾ ചെയ്യാൻ, അതിനകത്ത് കുറവും കുറ്റവും ഉണ്ടാകുന്നത് പോലും പരസ്യപ്പെടുത്തി വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് ഈ വിഷയങ്ങൾ സംസാരിക്കുകയും പറയുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ സംഘടനയ്ക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതിന്റെ ഒരു തുടക്കം എന്നുള്ള നിലവാരത്തിൽ AMM പുനഃസംഘടിപ്പിക്കുമ്പോൾ WCC ആയിട്ട് കൺസൾട്ട് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാം. താരരാജാക്കന്മാരെന്ന് വിളിക്കുകയും താരരാജാക്കന്മാരായി ട്രീറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന വ്യക്തികളാണ് അവിടെയുള്ളത്. ഈ ശ്രേണിബദ്ധമായ രീതിയിലുള്ള സംവിധാനങ്ങൾ, അതേപോലെ തന്നെ മറ്റുള്ള ചെറിയ സഹനടന്മാരും മറ്റുള്ള ടെക്നീഷ്യൻസ്മാരുടെ ഇടയിൽ രാജാവായി തന്നെ വളർന്നു വരികയും സമൂഹത്തിന് മുന്നിൽ രാജാവായി ട്രീറ്റ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്ത ആളുകൾക്കിടയിൽ അവരുടെ മാടമ്പി മനോഭാവത്തെയോ
അല്ലെങ്കിൽ അവരുടെ ഈ അഹങ്കാരത്തെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അവർക്ക് എങ്ങനെയാണ് താഴെ തട്ടിലുള്ള എല്ലാവരുടെയും സമന്മാരായി കാണാൻ കഴിയുക? അത് ഒരു സാധ്യമായ പ്രക്രിയയാണോ? അതിന് എന്ത് പ്രാക്ടീസ് ആവശ്യമായി വരും? ഇതൊക്കെ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? ഇത് വളരെ ഈസി അല്ലല്ലോ, അവരെ സംബന്ധിച്ച് തന്നെ ഈസി അല്ല. അവർ താഴെ തട്ടിലേക്ക് ഇറങ്ങി വന്ന് സ്ത്രീകളെ ഇപ്പം നമുക്ക് കാണാൻ പറ്റും, അവിടെയുള്ള സ്ത്രീകളുടെ എണ്ണം വളരെ തുച്ഛമാണ്. അല്ലെങ്കിൽ സ്ത്രീ അഭിനേതാക്കളുടെ അവർ കമ്മിറ്റിയിൽ വന്നിട്ടുള്ള സ്ത്രീ അംഗങ്ങളുടെ എണ്ണം വളരെ തുച്ഛമാണെന്നുള്ളത്. അപ്പം ഈക്വലായി ട്രീറ്റ് ചെയ്യപ്പെടുക എന്നുള്ള ഒരു സംഭവം അത്ര ഈസിയാണോ അവരെ സംബന്ധിച്ച്? അല്ലെങ്കിൽ അത് എങ്ങനെ സാധ്യമാക്കി എടുക്കാൻ പറ്റും ഇത്തരം അഹങ്കാരം ബ്രേക്ക് ചെയ്തുകൊണ്ടൊക്കെ? ഈ അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ തന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണ് ഈ പറഞ്ഞത്. ഈ താരരാജാക്കന്മാരെന്ന് വിളിച്ച് തനിക്ക് ഇച്ചിരി അസൂയയോടെ അവരെ പറ്റി പറയുന്നു എന്നുള്ളതല്ലാതെ ഇങ്ങനെ തന്നെയാണ് എല്ലാവരും എല്ലാ വീട്ടിലും പെരുമാറുന്നതെന്നൊക്കെ ഞാൻ നേരത്തെ തൊട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് അതൊന്നും അല്ല പ്രശ്നം. ഈ പറയുന്ന സാധനം ചെയ്യാൻ പറ്റാതിരിക്കുന്ന ആർക്കും ഒന്നും തുടങ്ങാൻ പറ്റത്തില്ല എന്നുള്ളതാണല്ലോ ഇയാൾ പറഞ്ഞു വയ്ക്കുന്നത്. അതൊന്നും അല്ലല്ലോ. അപ്പൊ ഈ രാഷ്ട്രീയത്തിലിരിക്കുന്ന ആൾക്കാര് 5 കൊല്ലം കഴിഞ്ഞ് ആൾക്കാരുടെ അടുത്ത് വന്ന് വോട്ട് അഭ്യർത്ഥിക്കുന്നുണ്ടല്ലോ. അവർക്ക് എങ്ങനെ അതൊക്കെ ചെയ്യാൻ പറ്റും? ഇയാള് പറയുന്ന അനുസരിച്ചിട്ടുണ്ടെങ്കിൽ പറ്റത്തേ ഇല്ലല്ലോ. വോട്ട് ചോദിക്കാൻ അവർക്ക് എങ്ങനെ വരാൻ പറ്റും? അതുകൊണ്ടാണ് ആ വോട്ട് ചോദിക്കാൻ വരുന്ന സമയത്ത് ആളുകൾക്ക് ആളുകളെ കൈകാര്യം ചെയ്യാനെല്ലാം പറ്റും. അത് പറ്റില്ല എന്നല്ല മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ എത്ര പ്രസിദ്ധനായാലും ശരി, വോട്ട് മേടിക്കാതെ ജയിക്കാനൊക്കത്തില്ല. വോട്ട് ചോദിക്കാതെ ആരും വോട്ട് തരത്തില്ല. എല്ലാ വീട്ടിലും കയറി ഇറങ്ങണമല്ലോ. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഇതൊന്നും ആരംഭിക്കാൻ പറ്റത്തില്ല എന്ന്, അവര് നന്നാകത്തില്ലെന്ന് പറയുന്ന മുൻവിധി യുക്തികൾ പറയണ്ട. ആളുകൾ തെരഞ്ഞെടുക്കപ്പെടേണ്ടതുണ്ട് എങ്കിൽ കണിശമായിട്ട് വോട്ട് ചോദിക്കും. അവിടെയാണ് ഞാൻ ഈ ചോദിക്കുന്നത്, പരസ്പരം വോട്ട് എല്ലാവർക്കും വോട്ട് കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞത്. ഇയാൾ അങ്ങ് മറന്നു പോകുന്നത് എന്തുകൊണ്ട്? ഇയാൾക്ക് ഈ ചോദ്യം ചോദിക്കാനായിട്ട് വേണ്ടി മാത്രം അത് മാറ്റി വെക്കുന്നതുകൊണ്ടാണ് അത് പറയാത്തത്. എല്ലാവരുടെയും വോട്ട് ഇയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കുറച്ച് ആൾക്കാരുടെ വോട്ട് കൊണ്ട് ഇയാൾ നിൽക്കത്തില്ല. അല്ല, അത് ഇതില് അമ്മയില് അങ്ങനെ വോട്ടിനെക്കാട്ടിലും കൂടുതലായി സ്വയം അവരോധിക്കുന്ന രാജാക്കന്മാരായിട്ടാണ് നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റും. അതൊക്കെ ഇയാൾ പഴയ കഥയെ പറ്റിയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരെ നന്നാക്കാൻ ഇയാൾ നേരത്തെ അവരോട് സംസാരിച്ചാ പോരെ? അല്ലാതെ ഇനി അതെങ്ങനെ പുനഃക്രമീകരിക്കും എന്ന് ചോദിക്കുമ്പോ ഞാൻ അതിന് മറുപടിയല്ലയോ പറഞ്ഞത്. ആ പറയുന്ന സമയത്ത് അവരൊരിക്കലും നന്നാകത്തില്ലെന്ന് പറഞ്ഞ പിന്നെ താനെന്തിനാ ചോദ്യം ചോദിച്ചു വെറുതെ സമയം കളയുന്നത്? സ്വയം പറയുന്നത് ഇതിന്റെ വേറെ വശമില്ലേ? ഇപ്പൊ എന്താ പറഞ്ഞാൽ ഇതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിച്ച ആളുകളുടെ ഫ്രസ്ട്രേഷൻ, ഇത്രയും പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാൻ ഒരു പരിധിവരെ സഹായിച്ചിട്ടുണ്ട്. അപ്പോ അത് ഇനി ഉണ്ടാവാതിരിക്കാൻ ഇത്തരം ഇനി ഉണ്ടാകാതിരിക്കാനായിട്ട് ആരും ക്ലീൻ സ്ലേറ്റിൽ ആരംഭിക്കുന്നില്ല ലോകം. അത് എന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. ഒരിക്കലും ആരും നന്നാകത്തില്ല എന്നുള്ള നിലപാടെടുക്കുകയും ആളുകളെ അൺഈക്വലായിട്ട് നിന്നിരുന്ന സമൂഹത്തിലാണ് ജനാധിപത്യപരമായ എല്ലാ എക്സർസൈസും നടന്നത്. ഒരാൾക്ക് ഒരു വോട്ട് എന്ന് പറയുന്ന സാധനം നിർണയിച്ചത് എങ്ങനെയാണ്? ആദ്യകാലത്ത് കഴിഞ്ഞിട്ടില്ല. പുരുഷന്മാർക്ക് മാത്രം വോട്ടുണ്ടായിരുന്നതാണ്. പണക്കാരായവർക്ക് 2-3 വോട്ടുണ്ടായിരുന്ന നാടാണ്. അവിടുന്നാണല്ലോ നമ്മൾ ഈ പറയുന്ന ഒരാൾക്ക് ഒരു വോട്ടെന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിയത്. അതൊക്കെ അതിന്റെ പ്രാക്ടീസിന്റെ രീതികളാണ്. ഇതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. താരരാജാക്കന്മാർ ഇത് അഡ്രസ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അവർ സ്വയം തിരിച്ചറിയുകയും ഇതിന് പ്രാക്ടീസ് ചെയ്ത് തിരുത്തുകയും ചെയ്യേണ്ടതില്ലേ? അതിനെ കുറിച്ചാണ് അവര് ചെയ്യേണ്ട പണി. ഞാനും കൂടി ഇരുന്ന് സംസാരിച്ചിട്ട് അവരെ എന്താണ് മൂക്ക് ചെത്തി ചെറുതാക്കുവോ? ഇയാളെന്താണ് കാല് ചെത്ത് കളയുവോ? എന്ത് ചെയ്യും? ചെയ്യുമെന്ന് പറയാം. ഇപ്പൊ ഒരു മൂക്ക് ചെത്തൽ പ്രക്രിയയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, അപ്പൊ അത് അവരുടെ ഇയാൾ ഈ പറയുന്ന പോലെ അവര് നന്നാകത്തില്ല എന്ന് പറയുന്ന ചോദ്യങ്ങളിൽ നിന്നല്ല അത് ആരംഭിക്കേണ്ടത്. അവരുടെ ക്രൈസിസിൽ അവർ എത്തിച്ചേരുക, അത് ഡിസ്മാൻഡ് ചെയ്യാൻ അവർ ബാധ്യത വന്നില്ലേ? അവിടെ അവർ എന്ത് ചെയ്യുമെന്ന് പറയുന്നതിന് ഉത്തരവാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവര് നന്നാകത്തില്ല. ഇനി ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ താരരാജാക്കന്മാരെ എല്ലാം അങ്ങ് മാറ്റി അവരെ ആരെയും ഇനി നമ്മൾ അഭിനയിപ്പിക്കുന്നില്ല എന്ന് ഇയാൾ തീരുമാനിച്ചുകൊണ്ട് ചിത്രം ഉണ്ടാക്കാനായിട്ട് നടക്കാൻ പറ്റുമോ? ഇല്ല, ഞാൻ അങ്ങനെയല്ലല്ലോ ഉദ്ദേശിച്ചത്. അതൊരു ജനാധിപത്യ രീതി അല്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനത്തെ ചോദ്യങ്ങൾ അപ്പൊ അതുകൊണ്ടാണ് അത് അവര് നന്നാകത്തില്ല എന്ന് പറയുന്ന യുക്തിക്കകത്തുനിന്ന് ആരംഭിച്ചുകൂടാ.
ഒരാള് അവര് രാജിവെച്ച് നിൽക്കുകയാണ്, ഇനി എങ്ങനെ തുടങ്ങണം എന്ന് പറയുമ്പോൾ എങ്ങനത്തെ ചെക്ക് ആൻഡ് മെഷേഴ്സ് ഉണ്ടാക്കണം എന്നാ ഈ പറയുന്നേ. കാറിനകത്ത് ഞാനിത് പലതവണ പല സമയങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളെല്ലാം കാർ ഓടിക്കുന്നവരാണ്, ഇടതുവശത്തൂടെ വണ്ടി ഓടിക്കണമെന്ന് പഠിപ്പിക്കുക, ഇതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാറിനകത്ത് ഇരിക്കുന്നവരെല്ലാം നന്നായതിനു ശേഷമാണ് കാർ ഓടിച്ചു തുടങ്ങിയാൽ മതി, മര്യാദയോടെ ജീവിച്ചതിന് ശേഷം നിങ്ങൾ കാർ ഓടിച്ചാൽ മതി എന്ന് പറയേണ്ട ആവശ്യമില്ല. ആ കാറിനകത്ത് ഇരുന്നവർക്ക് എല്ലാവർക്കും ആദ്യം ഓടിച്ച് വീട്ടിലെത്തണമെന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ തന്നെയാണ് നിയമങ്ങൾ കൊണ്ട് നമ്മൾ ഇടതുവശത്തൂടെ വണ്ടി ഓടിക്കുന്നവരും അതുപോലെ തന്നെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ചെയ്യണമെന്നും റെഡ് ലൈറ്റ് കാണുമ്പോൾ നിർത്തണമെന്നും ഒക്കെ പഠിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അല്ലാതെ കാറിനകത്തിരിക്കുന്നവരെല്ലാം നല്ല ആളുകളായിട്ട് ആരംഭിച്ചിട്ടില്ല. അവർക്കൊക്കെ ആദ്യം എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. അങ്ങനത്തെ ആളുകളായിരിക്കുമ്പോ തന്നെ ചെയ്യുന്ന അത് അവിടെയാണ് നമ്മൾ സ്ട്രക്ചറലായിട്ട് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഫ്രണ്ടും ബാക്ക് ബെഞ്ചും ഇല്ലെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ബെഞ്ചും ബാക്ക് ബെഞ്ചിലും ഇരിക്കാനൊക്കത്തില്ല. അങ്ങനെയാണ് നമ്മൾ വട്ടത്തിലിരിക്കുന്നത്. അപ്പൊ വട്ടത്തിലിരിക്കുന്ന സംവിധാനത്തിനകത്ത് ഇരിക്കുന്ന ആളുകളെല്ലാം ഇഷ്ടം കൊണ്ട് ഒന്നിച്ചിരിക്കുന്നവരായിട്ട് മാറുന്നത് ജീവിതത്തിനകത്ത് പുതിയ രീതി അനുവർത്തിക്കുന്ന വഴിയാണ് പരസ്പരം അപ്പുറത്തിരിക്കുന്ന ആളിനോട് സംസാരിച്ചു തുടങ്ങുന്നത്. അങ്ങനത്തെ ഘടനകളാണ്. ആ ഘടനകളും ആ പ്രവർത്തനങ്ങളും അത്തരത്തിലുള്ള സാധ്യതകളും മാത്രം ഓഫർ ചെയ്യുന്നിടത്ത് അത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇയാൾ വിചാരിക്കുന്നത് താരരാജാവായിരിക്കാനൊക്കത്തില്ല. വലിയ കസേരയും ചെറിയ കസേരയും ഇടുന്നിടത്ത് മാത്രമേ വലിയ കസേരയ്ക്ക് വേണ്ടി അടിയിടത്തുള്ളൂ. അല്ലെ കിട്ടിയ കസേരയിൽ ഇരിക്കാൻ പഠിക്കും. അങ്ങനെയാണ് ആൾക്കാർ മാറുന്നത്. അല്ലാതെ ആളുകൾ നന്നായതിനു ശേഷം തുടങ്ങുന്ന ഒന്നല്ലത്. നമ്മളെല്ലാവരും വ്യത്യസ്തമായ ജാതി മതങ്ങളിലും വ്യത്യസ്തമായ വലിപ്പവും ശക്തികളും കഴിവുകളും ഉള്ളവരായിരിക്കുമ്പോൾ തന്നെയും നമ്മൾ എങ്ങനെയാണ് ബസ്സിനകത്ത് ട്രെയിനിനകത്ത് കയറുമ്പോൾ ആ കിട്ടിയിരിക്കുന്ന സീറ്റുകളിൽ ഇരിക്കുന്നത് പോലെ തന്നെയാണ് അത് മാറുന്നത്. ബുക്ക് ചെയ്യുന്ന അനുസരിച്ചിട്ടാണല്ലോ സീറ്റുകൾ കിട്ടുന്നത്, അല്ലാതെ പറ്റത്തില്ലല്ലോ. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോകത്ത് അത്തരത്തിലുള്ള എക്സർസൈസസ് ആരംഭിക്കുമ്പോഴാണ് അത് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ നീളമുള്ള ട്രെയിൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും തേർഡ് ക്ലാസ്സും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ മറക്കത്തില്ല. പക്ഷെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് ഇന്ന ആൾക്കാർക്ക് മാത്രമേ പറ്റത്തുള്ളൂ എന്നുള്ള സാധനമില്ല. പണം ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് അത് ബുക്ക് ചെയ്ത് തന്നെ അത് പോകാൻ പറ്റും എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമ്മൾ ഇനിയും മാറ്റേണ്ടതായിട്ടുള്ള, ഇനിയും ജനാധിപത്യവൽക്കരിക്കേണ്ടതായിട്ടുള്ള. ഇപ്പം പുതിയ ട്രെയിൻ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാ സീറ്റുകളും ഒരുപോലെ ഉണ്ടാക്കുകയും നല്ല എയർ കണ്ടീഷൻ ചെയ്ത നല്ല സൗകര്യങ്ങളുള്ള സീറ്റുകൾ പുതിയ ആധുനികമായിട്ടുള്ള നഗരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അങ്ങനെയാണ്. 1,00,000 പേര് പോയാൽ 1,00,000 പേർക്ക് ഒരുപോലത്തെ സൗകര്യങ്ങളാണ് കൊടുക്കുന്നത്. അങ്ങനെയാണ്. അത് സൗകര്യങ്ങളുടെ വികാസം കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ഈ പറയുന്ന ജനാധിപത്യം വികസിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇന്റർനെറ്റ് വന്ന് എല്ലാവരെയും എല്ലാ കാര്യവും എപ്പോഴും അറിയിക്കാൻ പറ്റുന്ന, വിരലിന്റെ തുമ്പത്ത് ഒറ്റ നിമിഷം കൊണ്ട് സകലരെ അറിയിക്കാൻ പറ്റുന്ന സംവിധാനം ഉണ്ടായപ്പോഴും അത് ചെയ്യാതെ ഈ ഹെയറാർക്കി തുടരേണ്ട ആവശ്യമില്ലെന്നുള്ളതാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ആളുകളെ അങ്ങനെ ആയി അവര് പണ്ട് വെള്ളക്കാരായി ജനിച്ചു പോയവർക്ക് ഇനി വെള്ളക്കാരുടെ സ്വഭാവമേ ഉണ്ടാകത്തുള്ളൂ എന്ന് പറയേണ്ട കാര്യമൊന്നും ഇല്ല. അങ്ങനത്തെ അല്ല. വ്യത്യസ്തരായിരിക്കുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമാണ്. വ്യത്യസ്തമായ ഭാഷ സംസാരിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ഇതുപോലെയാണ് അത് മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് ഈ വിഷയങ്ങളെ സമീപിക്കുകയാണെങ്കിൽ നന്നാകത്തില്ല എന്ന് പറയുന്ന യുക്തിക്കകത്തല്ല, എങ്ങനെയാണ് ചെക്ക് ആൻഡ് മെഷേഴ്സ് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് കണ്ടെത്തിയിട്ടാണ് നമ്മൾ സമത്വപരമായ ലോകം ഉണ്ടാക്കുന്നത്. 80 വയസ്സുകാരനും 50 വയസ്സുകാരനും 20 വയസ്സുകാരനും 18 വയസ്സുകാരനും ഒരുപോലെ ഒരു വോട്ട് കൊടുക്കുന്നത് വഴിയാണ് ഒറ്റ വോട്ടുള്ള ആളായി മാറ്റുന്നത്. അല്ലെങ്കിൽ അനുഭവജ്ഞാനം കൊണ്ട് 80 വയസ്സുകാരന് 3 വോട്ട് കൊടുക്കാൻ ബാധ്യത വരും. ഇതൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പം ലോകത്തിനകത്ത് പലതരത്തിലുള്ള അതുകൊണ്ടാണ് ജനാധിപത്യ സംസ്കാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ഇത്തരത്തിലുള്ള ഈ ഘടനാപരമായി എങ്ങനെ ഉണ്ടാക്കണം, അതിനകത്ത് ആളുകൾ എങ്ങനെ പെരുമാറാനായിട്ട് ഓരോ വീടുകളിൽ എങ്ങനെ പഠിപ്പിക്കണം, ക്ലാസ് റൂമുകളിൽ എങ്ങനെയാണ് ആണും പെണ്ണും അല്ലാതെയും തട്ടുതട്ടായ സമൂഹത്തിന്റെ യുക്തികൾ പറയാതെ പഠിപ്പിച്ച് രൂപപ്പെടുത്തുന്നത് എല്ലാം കൂടി ചെയ്തിട്ടാണ്. അല്ല താരരാജാക്കന്മാരുടെ മാത്രം പ്രശ്നമൊന്നുമല്ല, നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണിത്. അതും കൂടെ അറിയണം.
നമ്മളെല്ലാവരും നമ്മുടെയൊക്കെ വീട്ടിനകത്ത് രാജാക്കന്മാര് തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ അല്ലെന്നൊന്നും വിചാരിക്കാതെ. അതുകൊണ്ട് അവര് മാത്രം മോശവും നമ്മളെല്ലാവരും നല്ല ആളുകളായിട്ട് അഭിനയിക്കണ്ട. അങ്ങനല്ല. ഘടനാപരമായി ഉണ്ടാക്കിയെടുക്കുന്നതും സൗകര്യങ്ങളുടെ വർധനവ് കൊണ്ടും സാധ്യതകളും സാങ്കേതിക വിദ്യകളുടെ വികാസവും കൊണ്ടും ആണ് ജനാധിപത്യത്തിന്റെ പുതിയ രൂപങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കുന്നത്. അങ്ങനെ കൂടെ മനസ്സിലാക്കി നമ്മൾ ഈ വിഷയത്തിനെയൊക്കെ സമീപിക്കുകയാണെങ്കിൽ എപ്പോഴും പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ലോകം തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒരു സംശയം വേണ്ട.